പ്രിയ സുഹൃത്തുക്കളെ, ശാന്തതയുടെ സൗന്ദര്യത്തെ പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. കോളേജുകളിലും സ്കൂളുകളിലും ആരാധനാലയങ്ങളിലും മറ്റും വലിയ ആഘോഷങ്ങൾ നമ്മൾ നടത്താറുണ്ട്. സ്റ്റേജ് പെർഫോമൻസൊക്കെ ധാരാളം. അത് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടത്തിപ്പുകാർ വളരെയേറെ കഷ്ടപ്പെടാറുമുണ്ട്. പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ ശബ്ദകോലാഹലവും ഭയങ്കരമായ പ്രകാശവലയവും കൊണ്ട് ആളുകളെ മടുപ്പിക്കും. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മടുപ്പ് തോന്നുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതല്ലേ എന്നെനിക്ക് തോന്നാറുണ്ട്. നമ്മളൊരു സ്റ്റേജ് അലങ്കരിക്കുകയാണെങ്കിൽ ആ സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് ആളുകൾ VIP ഒക്കെ ഇരിക്കുന്നതിൻ്റെ പുറകിൽ നിന്നായിരിക്കും പലപ്പോഴും നല്ല ലൈറ്റ് ഇങ്ങോട്ട് അടിച്ചു വരുന്നത്. അപ്പോൾ VIPസിൻ്റെ മുഖം നമുക്ക് കാണാൻ പറ്റുകയില്ല. അതൊരു വലിയൊരു ഡിഫക്റ്റാണ്. അതിനെപ്പറ്റി പലരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ തുള്ളിക്കളിക്കുന്ന ഓരോരോ ഡിസൈൻസ്, വലിയ മനോഹരമായ ഡിസൈൻസാണ്. അത് സ്റ്റേജിൻ്റെ ബാക്ക് ഡ്രോപ്പിന് പകരമായിട്ട് തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ കണ്ണിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇനിയും അതുമല്ലെങ്കിൽ വലിയ ആളുകളുടെ, ഇപ്പോൾ ആരെങ്കിലും ഒരു VIP നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ VIPയുടെ വലിയൊരു മനോഹരമായൊരു വലിയ പടം സ്റ്റേജിൻ്റെ പുറകിലത്തെ ബാക്ക് ഡ്രോപ്പിന് പകരമായിട്ട് അവിടെ വെച്ചിരിക്കും. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ആ മുഖമാണ് കാണുന്നത്. അത് ക്ലാഷ് ചെയ്യും. അത് ഒട്ടും ഭംഗിയായിട്ട് ആളുകൾക്ക് തോന്നുകയില്ല എന്നുള്ള വിവരം നടത്തിപ്പുകാർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് വലിയ സങ്കടം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഭയങ്കരമായ ശബ്ദകോലാഹലം. കുറച്ച് നേരത്തേക്ക് കൊള്ളാം, ഒരു ചെണ്ടമേളവും മറ്റുമൊക്കെ വെച്ചാൽ അത് കുറച്ച് നേരത്തേക്ക് കൊള്ളാം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് നിശബ്ദമായ, മൗനമായ, നല്ല ഒരു ശാന്തമായ അറ്റ്മോസ്ഫിയറാണ്. അപ്പോഴാണ് എല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു സംഗതി ശ്രദ്ധിക്കാനുള്ളത്, VIPസിനെയൊക്കെ നമ്മൾ ക്ഷണിച്ചു വരുത്തുമ്പം അവരെ ഗേറ്റ് മുതൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബിൽഡിങ്ങിൽ വരുന്നിടം വരെ ചെണ്ടയടിച്ച് ബാൻഡ് മേളവും ഇതൊക്കെ എന്തിനിങ്ങനെയുള്ള ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പേഴ്സണലായ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. ആ VIPക്ക് തന്നെ വല്ലാത്ത അരോചകമായിട്ട് തോന്നും, വിഷമമായിട്ട് തോന്നും. അദ്ദേഹത്തെ ഭംഗിയായിട്ട് സ്വാഗതം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഇരുത്തി തന്നെ അദ്ദേഹത്തിനോട് പറയാം, അദ്ദേഹത്തെ പറ്റി പറയാനുള്ളതൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇങ്ങനെയുള്ള കോലാഹലങ്ങൾ ആവശ്യമുണ്ടോ? ഇതൊന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ. എല്ലാവർക്കും നന്ദി, സന്തോഷം.